ബി ജയരാജ് ഇപ്പോൾ മുകേഷിന് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി എന്ന് വേണം കരുതാൻ. രാജിവെക്കേണ്ടതില്ല, MLA സ്ഥാനം രാജിവെക്കേണ്ട, വെക്കാതെ നമുക്ക് അപ്പുറത്ത് UDF-ൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാത്ത MLA-മാരുടെ പേരുകൾ തിരിച്ചു പറയാം. അതാണിപ്പോൾ തൽക്കാലം പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ അത് എത്രത്തോളം പാർട്ടിയിലെ വനിതാ നേതാക്കൾ അംഗീകരിക്കുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ PK ശ്രീമതി അടക്കം മറിച്ചുള്ള നിലപാടുണ്ട് എന്നറിയുന്നു. മുന്നണിയിൽ നിന്ന് ആനി രാജയെ പോലുള്ളവർ അതിശക്തമായി തന്നെ രാജിവെക്കേണ്ടതുണ്ട് മുകേഷ് എന്നുള്ള ആവശ്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. താങ്കൾ ഈ വിവാദത്തെ എങ്ങനെയാണ് കാണുന്നത്? മുകേഷിന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കാനായിട്ടില്ല എന്നൊരു അഭിപ്രായമാണോ താങ്കൾക്ക്? തീർച്ചയായും അല്ല. കാര്യം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. മലയാള സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലുണ്ട്. ഞാനത് ജനറലൈസ് ചെയ്യുന്നതല്ല. ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റിയുടെ വിഷയം മാത്രം പരിചയിക്കുന്നത്, അതിനെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് എല്ലാ മേഖലകളിലും ഇത്തരം സ്ത്രീകൾക്കെതിരെ കടന്നുകയറ്റം, നമ്മൾ മലയാളി പല കാര്യങ്ങളിലും ഉന്നത സാക്ഷരത, ലോ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേരള മോഡൽ എന്നൊക്കെ പ്രകീർത്തിക്കുമ്പോഴും ഇതിനൊരു വൃത്തികെട്ട ഒരു തലം കൂടി ഉണ്ടെന്നുള്ളത് കുറേ കൂടെ റിവീൽഡ് ആവുന്നൊരു സിറ്റുവേഷനാണ്, പ്രത്യേകിച്ച് ഈ കേരളം പോലൊരു സംസ്ഥാനം. പക്ഷേ ഇതിനകത്ത് ഒരു ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള രീതിയിലാണ് സർക്കാരിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. കാര്യം ഇതൊരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ മാത്രമേ സർക്കാരിന് ഇടപെടാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു വർഷം 250 സിനിമ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയത് ആ 250 സിനിമയുടെ ടൈറ്റിൽ അറിയണമെങ്കിൽ നമ്മൾ സെൻട്രൽ ബോർഡിൽ അല്ലെങ്കിൽ സെൻസർ ബോർഡിന് എഴുതി ചോദിച്ചാൽ മാത്രമേ ഏതൊക്കെ സിനിമകൾ ഇറങ്ങി, ഇത് എവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ സർക്കാർ തന്നെ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ആ സ്ഥലങ്ങളിലെല്ലാം സർക്കാരിൻ്റെ എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ICC പോലുള്ള കമ്മിറ്റി വെച്ചത്. അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ശുചിമുറികളില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രത്യേക സംവിധാനം അതിനുവേണ്ടി ഏർപ്പെടുത്തി. പിന്നെ ഈ വനിതാ സംവിധായകരുടെ 4 ചിത്രങ്ങൾ ഈ വർഷം പുറത്തിറക്കി. KSFDCയുടെ സഹായത്തോടു കൂടി 60ഓളം വനിതാ ടെക്നീഷ്യൻസിനെ ഇപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. ആ ആരോപണങ്ങൾ പരിശോധിക്കും. ആ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വനിതകളെ കൊണ്ട് തന്നെ വനിതാ പോലീസുകാരെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ കൊടുത്തിരിക്കുന്ന മൊഴികളെ പരാതിയായി കണ്ടുകൊണ്ട് അതിന്മേൽ തൊട്ടിട്ടില്ല ശ്രീ ബി ജയരാജ്. ഇപ്പോൾ പുറത്തെ മൊഴികളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. പുറത്തെ മൊഴികൾ അന്വേഷിക്കാനാണ്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഹേമ കമ്മിറ്റിയുടെ മൊഴികൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് തെളിവ് കൊടുത്തവർക്ക് അവർക്ക്, അതായത് അതിനകത്ത് മൊഴി കൊടുത്തവർക്ക് ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആരാണ് ഈ മൊഴി കൊടുത്തത്? അവർ ഇത് കോൺഫിഡൻഷ്യലായിട്ട് മെയിൻറ്റെയിൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, ഇത് റിപ്പോർട്ട് ആരും 4.5 വർഷമൊന്നും പൂഴ്ത്തിയൊന്നും വെച്ചിട്ടില്ല. ഇത് പരസ്യപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. 4.5 വർഷം അതിലൊന്നും ചെയ്തിട്ടില്ല ഡോക്ടർ ബി ജയരാജ്. താങ്കൾ പറയുന്നത് പോലെയല്ല. ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങളടക്കമില്ല. ആകെ ICCയുടെ കാര്യം മാത്രമാണ്. വേറെ ഒന്നും നടപ്പാക്കിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അതിലടക്കം ഈ പറയുന്ന സിനിമാ നയം അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഈ സിനിമാ നയം അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യാൻ കോൺക്ലേവ് വരുത്തുകയല്ലേ? കോൺക്ലേവ് തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇന്ന് അതിനെക്കുറിച്ച് പ്രമുഖ കവിയായിട്ടുള്ള സച്ചിദാനന്ദൻ പറഞ്ഞ അഭിപ്രായമാണ് കറക്റ്റ്. ഇതിനകത്ത് ആരോപണമുള്ളവർ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വയം രാജിവെച്ച് പോകുക എന്നുള്ളതാണ്. അത് അവരവരുടെ ക്രൈറ്റീരിയയാണ്. അതാരും പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. എല്ലാവരും അഡൾട്ട്സ് അല്ലേ. അങ്ങനെ പാർട്ടിയൊന്നും ആരെയും സംരക്ഷിക്കുന്നൊന്നുമില്ല. അത് അതിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അങ്ങനെ ഒരു ജനാധിപത്യ സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ആരെയൊന്നും, ഒരു കുറ്റക്കാരെയോ ആരും പാർട്ടിയൊന്നും പ്രൊട്ടക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ എന്താണ് മുകേഷിനോട് രാജിവെക്കാൻ പറയാത്തത്? എന്തുകൊണ്ടാണ് മുകേഷിനെതിരെ 2-3 പരാതികളെങ്കിലുമായി രഞ്ജിത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടാണോ? 2-3 പരാതിയെങ്കിലുമായി രഞ്ജിത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടാണോ? രഞ്ജിത്തിനോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല. ശരിയാണ്. താങ്കൾ പറയൂ, എന്താണ് ആവശ്യപ്പെടാത്തത്? രഞ്ജിത്തിന് വേണ്ട പോലെ സമയം കൊടുക്കുകയായിരുന്നു. ആ ധാർമ്മികത ഉൾക്കൊള്ളണം. അതിനൊരു സ്പേസ് കൊടുക്കുന്ന സമയത്തിന് നിങ്ങൾ സമയമെടുത്തോളൂ, നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് തീരുമാനമെടുക്കും എന്നൊരു അന്വേഷണമായിട്ട്. തീർച്ചയായിട്ടും അല്ലല്ല, ഉടനെ തന്നെ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ അത് അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഇത് അറിഞ്ഞു. ഇപ്പോൾ പീതാംബരക്കുറുപ്പിനെതിരെ ഒരു ആരോപണം വന്നു. ആരാണ്? ശ്വേതാ മേനോൻ ആരോപണം നടത്തി, കടന്നു പിടിച്ചു, പരസ്യമായൊരു വേദിയിൽ വെച്ചിട്ടാണ്. എന്നിട്ട് കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു? അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഓരോ രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം അവരൊന്നും മാതൃകാപരമായിട്ട് എല്ലാവരും രാജിവെച്ചല്ല. അതിന് പകരം അദ്ദേഹത്തിന് എന്തുകൊണ്ട്
ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചാർജാണ് ഏർപ്പെടുത്തിയത്. കൊല്ലത്തുകാരൻ തന്നെയാണ് ശ്രീ പീതാംബരക്കുറുപ്പ്. ശരി നിജേഷ്, വേഗം നിജേഷ് അതിനൊന്ന് മറുപടി പറഞ്ഞിട്ട് എനിക്ക് രാഹുലിലേക്ക് പോകണം. പവർ കൂടിയതാണ്, ലോക്സഭാ മെമ്പറാണ് നിജേഷ്. ഇതാണ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.